ചെയ്യാവേ എണീറ്റ് വരുന്നുണ്ടോ? നോ വേണ്ട വേണ്ട കിടന്നുറങ്ങിക്കോ ഉറങ്ങിക്കോ. ബാ ബാടി പൊന്നെ. ഒക്കത്തിന് എണീറ്റ് വരാനായിട്ട് മടിയാണോ? കുളിച്ചണ്ടേ? ഞങ്ങൾ എന്നാണെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് രാവിലെ കുളിക്കുന്നത്. ഇന്ന് ഞങ്ങൾ താമസിച്ചു പോയി കുളിച്ചാനായിട്ട്. ആ നോ എണീറ്റ്. കണ്ടോ? അമ്മേ ഹായ് പറഞ്ഞ. ഹായ് ഉണ്ടോ? ഹായ്. എവിടെ പോവാ? എവിടെ പോണു? എവിടെ പോവാ മേഡം? ഇങ്ങനെയാ ഞാൻ കുളിപ്പിച്ചില്ല. ഇച്ചിരി നേരം കളിച്ചിട്ടാട്ടെ എന്നോർത്ത്. കാരണം ഇന്നത്തെ ദിവസം മുറ്റത്തോട്ട് ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ചെരുപ്പിട്ട് കൊടുത്തില്ല. ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഓടി വീഴും. ചെരുപ്പിൽ ചവിട്ടി അങ്ങ് ഓടും, കല്ലയിലൊക്കെ ചവിട്ടി അങ്ങ് വീഴുവേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി മണ്ണും ചെളിയുമൊക്കെ ചവിട്ടി അങ്ങ് വളരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ വേണ്ടേ പിള്ളേരൊക്കെ വളരാനായിട്ട്. അങ്ങനെ കണ്ടോ കിങ്ങടാ? എന്നാ അത്? അതെന്താ അത്? കണ്ടോ? ചെറിയ വെയിൽ, ചെറുതെന്നല്ല, നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട്. ഈ വൈകിട്ട് സമയത്താണ് ഈ വെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഞാൻ പടുതയുടെ കീഴിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. ചൂടടിച്ച് അങ്ങനെയും ഉണങ്ങിക്കോളുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അങ്ങ് വെളിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? നമ്മുടെ ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വീടുണ്ട്. അച്ചാച്ചൻ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഇന്നലെ അല്ല 2-3 ദിവസം മുമ്പ് പുള്ളി മരിച്ചു. മക്കളും ഒക്കെ ഗൾഫിലായിരുന്നു. അപ്പം ഇങ്ങനെ ആരുമായിട്ട് വലിയ സമ്പർക്കമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ ആരും അന്വേഷിച്ചില്ല. അപ്പം പെരക്കകത്ത് ഇങ്ങനെ മരിച്ച് കിടക്കുമായിരുന്നു. ഇന്നലെ അടക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ആരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. കാരണം നമ്മളായി വീടായി ഫോണായി അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല. നമ്മളെല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ വേണം. അതായത് ഒരു ലിമിറ്റിനാണെങ്കിലും നമ്മളെല്ലാവരുമായിട്ടും കണക്ഷൻസ് വേണം. കാരണം നമുക്കൊരു ആവശ്യത്തിന് നമുക്ക് ആരാ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടോ? എപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം എല്ലാവരുമായിട്ടും ഒരു ചെറിയൊരു ടച്ചപ്പിൽ പോകുന്നതായിരിക്കും നല്ലത്. കിങ്ങിണിയെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, കിങ്ങിണി അത് പറക്കി വായി വെക്കും. മണ്ണ് പറക്കി വായി വെക്കലാണ് ഇപ്പം മെയിൻ പരിപാടി. മണ്ണ് പറക്കുക, വായി വെക്കുക. അത് ലിറ്റിൽ കൃഷ്ണ എന്ന് പറഞ്ഞ കാർട്ടൂണില്ലേ, അത് കണ്ടിട്ടാണ് കേട്ടോ ആളിപ്പം മണ്ണ് പറക്കി വായിൽ വെക്കൽ തുടങ്ങിയത്. അങ്ങനെ കണ്ണൻ മണ്ണ് പറക്കി വായി വെച്ചപ്പോഴത്തേനും എത്രയാണ്ട് ലോകം കണ്ടില്ലേ? അങ്ങനെ എന്തോ എത്രയാണ്ട് ലോകം കണ്ടെന്നല്ലേ പറയണേ. അതുപോലെ ഇങ്ങനെ മണ്ണും കല്ലും വായി വെച്ച് എന്തെങ്കിലും ലോകം കാണുമോ? ഇല്ല. എന്തോ ഇതെന്താ ഇത്? പറഞ്ഞേ ഏ പറയാവോ? കുഞ്ഞിക്കാല് രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഞാനിങ്ങനെ നേരത്തേക്ക് ഇങ്ങനെ ഓരോ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ദൈവമേ എപ്പോഴാണ് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ പറ്റുക എന്നൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് ഞാനന്ന് വിഷമിച്ചു. ഇന്ന് അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവർ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവം എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് അറിഞ്ഞും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി പേരുണ്ടാവില്ലേ അങ്ങനെ. അപ്പുറത്തു നിന്നൊക്കെ ഇതുണ്ട്, നമ്മുടെ ഏലം കണ്ടോ? ആ ബാക്ക് സൈഡിലെ വീട്ടിൽ പിള്ളേർ കരയുന്ന ബഹളമാണ് കേട്ടോ കേൾക്കണത്. ഇതിനപ്പുറത്ത് പറമ്പാണേ, അതിനപ്പുറം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ കനാൽ ഒഴുകുന്നുണ്ടേ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. അങ്ങനെ ഇവിടെയാണ് ഞാൻ 4 വട്ടം പാമ്പേഷിനെ കണ്ടത്. ഈ മുഴുത്തൊരു വലിയ മൂർഖൻ. എനിക്കതുകൊണ്ട് പേടി അങ്ങോട്ടേക്ക് വരുമ്പം. അപ്പം നമ്മുടെ വൈകിട്ടത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകുന്നേരങ്ങളിൽ. എനിക്ക് കുളിപ്പിച്ചതിന് ശേഷം കിങ്ങിണിക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണം, കഴിക്കാനായിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് കിങ്ങിണി ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് പിന്നെ ഇനി കുളിപ്പിച്ചിട്ട് വേണം കഴിക്കാൻ കൊടുക്കാനായിട്ട്. പറഞ്ഞേ അയ്യോ പാറ്റ. ഞങ്ങൾക്ക് ആകെപ്പാടെ അറിയാവുന്ന പേടിയുള്ളതും പാറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ബേബി കരയുന്നുണ്ടോ? ബേബി കരയുക. നോക്കണ്ട, വേണ്ടെന്നേ, ഇങ്ങ് പോരെ. കിങ്ങിണിയെ പോലുള്ള ടീമാണെന്ന് തോന്നുന്നു അവിടെ. അപ്പുറം കണ്ടിട്ടില്ല കേട്ടോ അവിടെ. നമുക്ക് അവരുമായിട്ട് അങ്ങനെ ബാക്ക് സൈഡിലല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലുള്ളവരെയൊക്കെ നമ്മൾ കണ്ട് വർത്താനമൊക്കെ പറയാറുണ്ടേ. പുറകിലുള്ളവരെ അത് വേറെ വഴി വേണം പോകാനായിട്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല.
കണ്ടോ ബഹളം കണ്ടോ, എന്തോ കാര്യത്തിൽ വാശി പിടിക്കുന്ന. എന്താ കരയുവാ? ചൂടാ, അങ്ങോട്ട് പൊക്കോ പൊക്കോ പൊക്കോ. കണ്ടോ വെയിൽ കണ്ടോ? പക്ഷെ ഇവിടെ എന്തുമാത്രം വെയിൽ വന്നാലും ഉണ്ടല്ലോ നമ്മുടെ മുറ്റത്തത്ര വെയിൽ വരത്തില്ലേ. കാരണം ഈ മരങ്ങളല്ലേ, ചുറ്റോട് ചുറ്റി മരങ്ങളാണ്. അതുകൊണ്ട് ഇതുണ്ടോ പ്ലാവ്, അതുപോലെ തന്നെ മാവുണ്ട്, പിന്നെ കൊന്നയുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ അങ്ങനെ വരത്തില്ല. എന്താ ഇതാ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ച മരം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്ര കൊന്നമരം എനിക്കിഷ്ടം. അങ്ങനെ വെച്ചാൽ കൊന്നമരം ഉണ്ട്, പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ ചാരി അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കണ്ടോ സൂര്യപ്രകാശം കണ്ടോ. കൊള്ളാം അല്ലേ? കണ്ടോ? ഹായ്. അങ്ങനെ അപ്പം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 400 സബ്സ്ക്രൈബേഴ്സായി എന്ന് പറഞ്ഞു. അതിന് തൊട്ട് പുറകെ ഉണ്ടല്ലോ ഈ 400 എന്നുള്ളത് 398ആയി. അപ്പം എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് എന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ഓക്കെ. അപ്പം എല്ലാവരും കണ്ടോ, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച പൂവല്ലേ, അത് പറിച്ച് കളഞ്ഞിട്ടുണ്ടോ നിമിഷ നേരം കൊണ്ട്. കണ്ടോ, ഇതാണ് പരിപാടി. കണ്ടോ, അതിലൊരു സന്തോഷം കണ്ടോ. ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടോ താഴെ കിടക്കണം. എന്നിട്ട് ആ മുഖത്തെ സന്തോഷം കണ്ടോ. ആർട്ടിസ്റ്റ്. അയ്യോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കണ്ട, പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്കും കിങ്ങിണിക്കും, ഞങ്ങൾക്ക് 2 പേർക്കും വേണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും. താങ്ക് യു. ടാറ്റ പറഞ്ഞേരെ. അവൾക്കിപ്പോൾ അങ്ങോട്ട് പോകണം, അതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.